ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് ജനുവരി 16, 2026 ചൊവ്വാഗ്രഹം മകരം രാശിയായ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. അതായത് 4 രാശിക്കാർക്ക് രുചക മകായോഗാവസ്ഥ വരുന്നു. അപ്പോൾ ചൊവ്വയുടെ മകരം രാശിയിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ ഗുണദോഷങ്ങൾ എങ്ങനെയൊക്കെ ആകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. 2026 ജനുവരി 16 ചൊവ്വാഗ്രഹം അതിൻ്റെ ഉച്ചരാശിയായിട്ടുള്ള മകരം രാശിയിലേക്ക് രാശി മാറുന്നത്. ഫെബ്രുവരി 22 വരെ ആ ചൊവ്വാഗ്രഹം മകരം രാശിയിലുണ്ടാകും. മകരം രാശി കാലപുരുഷൻ്റെ കർമ്മസ്ഥാനമാണ്. ഇപ്പം ചൊവ്വ ആ കർമ്മസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ ചൊവ്വയ്ക്ക് ദിഗ്ബലം ഉണ്ടാകുന്ന സമയമാണ്, കർമ്മമണ്ഡലം ശക്തമാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് ചൊവ്വ എന്ന് പറയുമ്പോൾ ഒരു ഊർജ്ജസ്വലതയുടെയും പോരാട്ടവീര്യത്തിൻ്റെയും ആക്ഷൻ്റെയും പ്രതിരോധശേഷിയുടെയും കർമ്മശക്തിയുടെയും വികാരാവേശത്തിൻ്റെയും പ്രകോപനത്തിൻ്റെയും ആസ്തി സംരക്ഷണത്തിൻ്റെയൊക്കെ ഗ്രഹമാണ് ഈ ചൊവ്വാഗ്രഹം. അപ്പം മകരം രാശിയിലേക്ക് ചൊവ്വ ഉച്ചരാശിയിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ 4 രാശിക്കാർക്ക് രുചകയോഗാവസ്ഥ വരുന്നുണ്ട്. പ്രത്യേകിച്ച് മേടം, കർക്കിടകം, തുലാം, മകര കൂറുകാർക്കും ലഗ്നക്കാർക്കും കുജൻ്റെ രാശിമാറ്റം രുചകയോഗാവസ്ഥയുണ്ടാകും, വലിയ നേട്ടങ്ങളുണ്ടാകും. ഇപ്പം മകരം രാശിയിലേക്ക് വരുന്ന ചൊവ്വ ആ രാശിയുടെ 4, 7, 8 ഭാവരാശികളിലേക്കും ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും അവരുടെ 4 രാശികളിൽ ആ ചൊവ്വയുടെ എനർജി വരികയാണ് എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ആ കുജൻ്റെ രാശിമാറ്റം സ്വാധീനിക്കും. അപ്പോൾ എങ്ങനെയാണ് കുജൻ്റെ രാശിമാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. ഈ വീഡിയോയിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും ചൊവ്വയുടെ മകരം രാശിയിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ ഇമ്പാക്റ്റിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് മേടക്കൂറുകാർക്കും മേട ലഗ്നക്കാർക്കും, അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ചൊവ്വയുടെ ഉച്ചരാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മേടക്കൂറുകാർക്കും മേട ലഗ്നക്കാർക്കും ജന്മ ലഗ്ന രാശ്യാധിപനാണ് ചൊവ്വ, അതുപോലെ അഷ്ടമ ഭാവാധിപനുമാണ് ചൊവ്വ. അപ്പോൾ 1ഉം 8ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അവരുടെ കർമ്മസ്ഥാനത്ത് മകരം രാശിയിൽ ഉച്ചരാശിയിലേക്കാണ് രാശി മാറുന്നത്, കർമ്മസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. ജനുവരി 16 ആ ചൊവ്വ കർമ്മസ്ഥാനത്തേക്ക് രാശി മാറുന്നത്. മകരം രാശി എന്ന് പറയുന്നത് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കർമ്മസ്ഥാനമാണ്. അവരുടെ ജനുവരി 16 മുതൽ ഫെബ്രുവരി 22 വരെ ആ ചൊവ്വ കർമ്മസ്ഥാനത്ത് ഉച്ചസ്ഥിതനായിരിക്കും, രുചകയോഗാവസ്ഥയിലായിരിക്കും ആ ചൊവ്വ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത്. വളരെ ബലവാനായിട്ടായിരിക്കും ആ ചൊവ്വ 10ൽ നിൽക്കുന്നത്. ഇപ്പം കർമ്മസ്ഥാനത്ത് ചൊവ്വയ്ക്ക് ദിഗ്ബലമുള്ള സമയവും കൂടെയാണ്. അതിനാൽ തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ള ഒരു രാശിമാറ്റമായിരിക്കും ആ ചൊവ്വയുടെ കർമ്മസ്ഥാനത്തേക്കുള്ള രാശിമാറ്റം. ഇപ്പോൾ നമുക്ക് ഈ കർമ്മഭാവാധിപനായിട്ടുള്ള ശനി, ആ ശനി ഇപ്പോൾ 12ലാണ് നിൽക്കുന്നത് എങ്കിലും ആ കർമ്മസ്ഥാനത്ത് ചൊവ്വയുടെ ഉച്ചസ്ഥിതി അത് വളരെ ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക. അവിടെ സൂര്യൻ 14 കർമ്മസ്ഥാനത്ത് വന്നു കഴിഞ്ഞു, 16 ചൊവ്വ വരുന്നു, 13 ശുക്രൻ വന്നു കഴിഞ്ഞു, 17 ബുധനും വരുന്നു. അപ്പം 4 ഗ്രഹങ്ങൾ ആ കർമ്മസ്ഥാനത്ത് വരികയാണ്. 4 ഗ്രഹങ്ങളുടെ എനർജിയാണ് കർമ്മസ്ഥാനത്ത് വരുന്നത്. അപ്പോൾ പൊതുവെ സൂര്യനും ചൊവ്വയും ഒക്കെ കർമ്മസ്ഥാനത്ത് വരുമ്പോൾ ദിഗ്ബലമുണ്ട്. ആ ദിഗ്ബലമുള്ള സമയമായതുകൊണ്ട് തൊഴിലിൽ പ്രത്യേകിച്ച് കമാൻഡിങ് പൊസിഷൻ, കമാൻഡിങ് പവർ ഒക്കെ കൂടുന്ന സമയമായിരിക്കും.
കൂടുതൽ അംഗീകാരം, കൂടുതൽ ആദരവ് ഒക്കെ തൊഴിലിടത്തുണ്ടാകുന്ന സമയമാണ്. ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിലിൽ മാറ്റങ്ങളുണ്ടാകും, മുന്നേറ്റമുണ്ടാകും. തൊഴിലന്വേഷകർക്ക് അനുകൂല സമയമാണ്. ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ തന്നെ അവർക്ക് അവരുടെ കഴിവ് പ്രദർശിപ്പിക്കാൻ കഴിയുന്ന സമയമാണ്. ഓക്കുപ്പേഷൻ സ്കില്ല് കൂടുന്ന സമയമാണ്. ശുക്രനും കുജനും ഒക്കെ പത്തി നിൽക്കുന്നതിനാൽ ബിസിനസ്സുകാർക്ക്, അതുപോലെ വിദേശ വ്യാപാരം നടത്തുന്നവർക്ക്, അവർക്കൊക്കെ തന്നെ ഉയർച്ച പ്രതീക്ഷിക്കാം. കുജൻ അഷ്ടമഭാവാധിപനായിട്ട് ഉച്ചസ്ഥിതിയിൽ വരിക എന്ന് പറയുമ്പോൾ തൊഴിലിൽ മേലുദ്യോഗസ്ഥരുടെ അഭാവത്തിൽ ചിലപ്പോൾ അവർക്ക് ഉയർന്ന ചുമതല അപ്രതീക്ഷിതമായിട്ട് അവരുടെ കൈവശം വന്നു ചേരുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ഇപ്പം ചില മേഖലകളിൽ, പ്രത്യേകിച്ച് ഇൻഷുറൻസ്, റവന്യൂ, ആഡിറ്റിങ്, അതുപോലെ റിസർച്ച് റിലേറ്റഡ് മേഖലകൾ, ശാസ്ത്ര സാങ്കേതിക മേഖല, ഇൻവെസ്റ്റിഗേഷൻ സെക്ടർ, എൻക്വയറി ഏജൻസികളിലൊക്കെ, ആർമി, പോലീസ്, അത്തരം മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ ചൊവ്വയുടെ ആ 10ലെ രാശിമാറ്റം, ഉച്ചസ്ഥിതി വളരെ നേട്ടമുണ്ടാകും എന്ന് തന്നെ പറയാം. ഇപ്പോൾ കുജൻ ഉച്ചസ്ഥിതിയിലാണ് നിൽക്കുന്നത്. അപ്പം ജന്മരാശിയിലേക്ക് ആ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പം ഏത് കാര്യത്തിലും മുന്നിട്ടിറങ്ങുന്നതിനുള്ള ധൈര്യം, വീര്യം, അതുപോലെ റിസ്ക് എടുക്കാനുള്ള ഒരു ശക്തി, ചുറുചുറുക്ക്, ആത്മവിശ്വാസം ഒക്കെ ഈ സമയത്ത് ഈ കുറുകാർക്ക് ഉണ്ടാകും. അവരുടെ ടാലൻ്റൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമായിരിക്കും. അതേസമയം ജന്മരാശിയിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ അഗ്രസീവായിട്ടുള്ള എനർജി കൂടുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മൾ സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കണം. പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ കുജൻ 4ലും ദൃഷ്ടി ചെയ്യുന്നു. 4ാം ഭാവം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കുക, ഈ ജന്മരാശിയിലേക്ക്, ആ 4ലേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ജോയിൻ്റായിട്ടൊക്കെ വസ്തുക്കൾ വാങ്ങുന്നതിനൊക്കെ സാധ്യതയുണ്ട്. വീട്, വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. പഠനത്തിനും അനുകൂല സമയമാണ്. വർക്ക് ലൈഫും ഹോം ലൈഫും ഒക്കെ പൊതുവെ സന്തുലിതമാക്കുന്ന ഒരു അത് സന്തുലിതമാക്കി കൊണ്ടുപോകാനുള്ള ഒരു പ്രയാസമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്നൊക്കെ വരാം. അതുകൊണ്ട് ഈ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് 4ല് ആ ചൊവ്വയുടെയൊക്കെ ദൃഷ്ടി വരുന്നു. അത് നീചദൃഷ്ടിയാണ് ചൊവ്വയുടെ 4ലെ ദൃഷ്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുടുംബകാര്യത്തിലൊക്കെ നമ്മൾ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് 4ല് ചൊവ്വ മാത്രമല്ല, സൂര്യൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്, ശുക്രൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്, ബുധൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ച് ഒരു അഗ്രസീവ് ആറ്റിറ്റ്യൂഡ് ഈ സമയത്ത് ഒഴിവാക്കണം. അപ്പം വർക്ക് കൊണ്ട് വളരെ നേട്ടം ഉണ്ടാകുമ്പോൾ അത് കുടുംബത്തിൽ അല്പം സ്ട്രെസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ വർക്ക് ലൈഫും കുടുംബജീവിതവും സന്തുലിതമാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഈ സമയത്ത് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അവിടെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുജൻ 5ാം സ്ഥാനത്തും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 5ലേക്ക് ചൊവ്വയുടെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ രാശിയിലേക്കാണ് ആ ദൃഷ്ടി വരുന്നത്. ഇപ്പം മുൻകാലത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നൊക്കെ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നേട്ടങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകാം. സന്താനങ്ങൾ വഴിയൊക്കെ നേട്ടം ഉണ്ടാകാം. സ്പോർട്സ്, ഗെയിംസ് ഇവയിലൊക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ അനുകൂല സമയമായിരിക്കും. ക്രിയേറ്റീവ് തലത്തിൽ, എഡ്യൂക്കേഷൻ തലത്തിൽ ഇവയിലൊക്കെ തന്നെ കാര്യക്ഷമത കൂടുന്ന സമയവും കൂടിയാണ്. വികാരങ്ങൾ, പ്രണയചിന്തകൾ ഒക്കെ തന്നെ ഈ സമയത്ത് ഉണ്ടാകാം. പൊതുവെ ഭാവിയെപ്പറ്റി ഒരു ധാരണ ഉണ്ടാകുന്ന സമയമായിരിക്കും ഈ ചൊവ്വയുടെ ഉച്ചരാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ഉണ്ടാകുന്നത്. ഇനി ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ചൊവ്വ മകരൻ രാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് വരുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. ഇടവക്കൂറുകാരെന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അതുപോലെ രോഹിണി, മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽപ്പെടുന്നവരാണ്. അപ്പോൾ ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ചൊവ്വ അവരുടെ 7ാം ഭാവാധിപനുമാണ്, 12ാം ഭാവാധിപനുമാണ്. ആ ചൊവ്വ ജനുവരി 16-ന് ഭാഗ്യസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. ഫെബ്രുവരി 22 വരെ
ആ ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് ഉച്ചരാശിയിൽ ഉണ്ടാകും. എന്ന് പറയുമ്പോൾ തൊഴിൽ, ബിസിനസ്, ഇതിലൊക്കെ തന്നെ ഒരു ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും. 12ാം ഭാവാധിപനാണ് ഭാവത്തിൽ വരുന്നത്. അതായത് എന്ന് പറയുമ്പോൾ അത് 9 വരിക എന്ന് പറയുമ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ വിദേശത്ത് ബിസിനസ് നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഭാഗ്യാനുഭവം ഉണ്ടാകും. വിദേശത്ത് താമസത്തിന്, വിദേശത്ത് പ്രോപ്പർട്ടി വാങ്ങുന്നതിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. വിശാല ഹൃദയനും ഉദാരമതിയും സത്യസന്ധനൊക്കെ ആകുമെങ്കിലും മേലുദ്യോഗസ്ഥരോടും അതുപോലെ തന്നെ ബിസിനസ് പാർട്ട്നേഴ്സിനോടും പിതാവിനോടും ഒക്കെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കെയർ വേണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം. ഇപ്പോൾ നമുക്ക് ദൂരയാത്രകൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. യാത്രകൾ കൊണ്ടൊക്കെ ധനനേട്ടം ഉണ്ടാകും. അതേസമയം ഈ ചാരിറ്റബിൾ പ്രവർത്തനത്തിലൊക്കെ താല്പര്യം കൂടുന്നതിന് സാധ്യതയുണ്ട്. വിദേശത്തൊക്കെ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. കുജന് 7ാം ഭാവാധിപത്യം ഉള്ളതിനാൽ അത് പ്രത്യേകിച്ച് ജീവിത പങ്കാളി, ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആ ജീവിത പങ്കാളി അവരുടെ സന്മാർഗ ജീവിതത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്ന സമയമായിരിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. അതിലേക്ക് അവരെ നയിക്കും. നമുക്ക് നല്ല ഒരു സാൻമാർഗിക ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതം എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താൻ കഴിയും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു അവബോധമൊക്കെ ജീവിത പങ്കാളി വഴിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുജൻ 12ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നതിനാൽ റിലേഷൻഷിപ്പിൽ അല്പം കെയർ വേണം. പ്രത്യേകിച്ച് നമ്മുടെ സ്പീച്ചിലൊക്കെ ശ്രദ്ധ വേണം. 7ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഉച്ചസ്ഥിതിയിലായതുകൊണ്ട് എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണം. ജീവിത പങ്കാളി വഴിയൊക്കെ ചിലപ്പോൾ ധനച്ചെലവൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിലൊക്കെ താല്പര്യം ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. സാമൂഹ്യ സേവനത്തിലൊക്കെ ചിലപ്പോൾ താല്പര്യം ഉണ്ടാകാം. അതേസമയം ഈ ഉറക്കക്കുറവ് ഉള്ളവർക്ക് അത് പരിഹരിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അനാവശ്യ ചെലവ് കുറയ്ക്കാനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകണം. ഈ കുജൻ 3ാം ഭാവരാശിയിലേക്കും കൂടെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. കുജൻ 3ാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ആ 3ാം ഭാവം കുജൻ്റെ നീചരാശിയാണ്. കുജൻ്റെ നീചദൃഷ്ടിയാണ് അവിടെ വരുന്നത്. അതേസമയം 3ാം ഭാവം കുജൻ്റെ ശത്രുരാശിയല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഈ മാർക്കറ്റിംഗ്, അതുപോലെ അഡ്വർടൈസിങ്, അതുപോലെ പബ്ലിഷിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. അതേസമയം കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു കെയർ വേണം. സഹോദരങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകണം. അതുപോലെ ഹ്രസ്വയാത്രകൾ ചിലപ്പോൾ ഈ സമയത്ത് വേണ്ടിവരും. യാത്രകളിൽ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. കഴിവതും പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുജൻ 4ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുടുംബത്തിൽ, പ്രത്യേകിച്ച് 4 എന്ന് പറയുമ്പോൾ കുടുംബസ്ഥാനവും കൂടിയാണ്. ഇപ്പോൾ 4 ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ പൊതുവേ നമ്മൾ കുടുംബത്തിൽ കഴിവതും ഹീറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെൻ്റൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കണം. അത് കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും. വസ്തുക്കൾ വാങ്ങാനും അതുപോലെ വാഹനങ്ങളെ ക്രയവിക്രയം ചെയ്യുന്നതിനൊക്കെ ഉള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. എന്ത് തടസ്സം വന്നാലും അവയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ ഏത് ഡീലിങ്സിലായാലും അല്പം കെയർ വേണം. ഇപ്പോൾ കാരണം 9ാം ഭാവത്തിൻ്റെ അഷ്ടമ സ്ഥാനമാണ് ഈ 4ാം ഭാവം എന്ന് പറയുന്നത്. എന്നുള്ളതിനാൽ ഡീലിങ്സിൽ നമ്മൾ ഒരു കെയർ വേണം. മാതാവിൻ്റെ ആരോഗ്യത്തിലൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ചൊവ്വ മകരൻ രാശിയായ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നത് എങ്ങനെ സ്വാധീനിക്കും നോക്കാം. മിഥുനക്കുറുകാരെന്ന് പറയുമ്പോൾ മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം തിരുവാതിര, അതുപോലെ പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് അവരുടെ 6ാം ഭാവാധിപനുമാണ്, 11ാം ഭാവാധിപനുമാണ്. ഈ 6ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജനുവരി 16-ന് അവരുടെ അഷ്ടമരാശിയിലേക്കാണ് രാശി മാറുന്നത്. ഫെബ്രുവരി 22 വരെ ഈ ചൊവ്വ മിഥുനക്കുറുകാർക്ക് അഷ്ടമരാശിയിലെ ഉച്ചസ്ഥിതിയിലായിരിക്കും. അപ്പോൾ പൊതുവേ 6ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ
8-ലൊക്കെ വരിക എന്ന് പറയുന്നത് വിപരീത രാജയോഗമാണ്. അത് തൊഴിലിടത്ത് നമുക്കെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ തൊഴിൽ പ്രശ്നങ്ങൾക്ക് സഡനായിട്ടുള്ള ഒരു പര്യവസാനം അല്ലെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാകും. തൊഴിലിടത്ത് മാറ്റങ്ങളുണ്ടാകും. കുജൻ അഷ്ടമത്തിൽ ഉച്ചനാകുക എന്ന് പറയുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും ചിലപ്പോൾ അവിടെ ഉണ്ടാകുന്നത്. അത് അതേസമയം അത് സാമ്പത്തികമായിട്ടും ചില മാറ്റങ്ങൾ അവർക്കുണ്ടാകാം. ജീവിത പങ്കാളി വഴിയോ അതുപോലെ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ, അതുപോലെ ഇൻഷുറൻസ്, അതുപോലെ ഈ കോർട്ട് കേസുകൾ, അതുപോലെ ഈ പാർട്ട്ണർഷിപ്പ് ബെനിഫിറ്റ്, ഇവ വഴിയൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ധന നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അപ്പോൾ അതേസമയം നമുക്ക് ജന്മനാൽ കിട്ടിയിട്ടുള്ള സമ്പത്ത് അത് പൊടുന്നനെ എന്തെങ്കിലും ചതിയോ വഞ്ചനയോ വഴിയൊക്കെ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ശ്രമവും കൂടെ ഈ സമയത്ത് വേണം. 6-ാം ഭാവാധിപൻ ചൊവ്വ അഷ്ടമത്തിൽ ഉച്ചനാകുന്നത് വിപരീത രാജയോഗമാണ്. അത് നമുക്കെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് സഡൻ റിലീഫ് ഉണ്ടാകും. ദൂരയാത്രകളിലും ഡ്രൈവിങ്ങിലുമൊക്കെ അതേസമയം ശ്രദ്ധിക്കേണ്ടുന്ന സമയവും കൂടെയാണ് ഈ അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്നതും അഷ്ടമത്തിൽ സൂര്യനൊക്കെ നിൽക്കുന്ന സമയവും കൂടിയാണ്. അതുപോലെ ചൊവ്വ 11-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 11-ൻ്റെ 10-ാം ഭാവത്തിലാണ് ആ ചൊവ്വ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് 8-ാം ഭാവത്തിൻ്റെ 4-ആണ് 11 എന്നുള്ളതിനാൽ ചിലർക്ക് ഈ പാസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നൊക്കെ ധനസഹായം, ധനാഗമമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലർക്ക് തൊഴിലിലൊക്കെ സഡൻ മാറ്റങ്ങൾ ഉണ്ടാകാം, അതുവഴി നേട്ടങ്ങളുണ്ടാകാം. പ്രത്യേകിച്ച് ചില മേഖലകളിൽ റിസർച്ച് വർക്ക് ചെയ്യുന്നവർ, ഇൻഷുറൻസ് വർക്ക് ചെയ്യുന്നവർ, ആഡിറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഇൻവെസ്റ്റിഗേഷൻ തലത്തിൽ പ്രവർത്തിക്കുന്നവർ, നിഗൂഢശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർ, അവർക്കൊക്കെ സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. ബുദ്ധിശക്തി ഉപയോഗിച്ച് നമ്മുടെ ലാൻഡഡ് പ്രോപ്പർട്ടിയൊക്കെ കൈവശപ്പെടുത്തുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനും സൗഹൃദങ്ങൾ, സോഷ്യൽ റിലേഷൻഷിപ്പൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും അതുവഴിയൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകുന്നതിനും ഈ ചൊവ്വയുടെ രാശിമാറ്റം വഴിതെളിക്കും. ചൊവ്വ 11-ന് പുറമെ 2-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ധനസ്ഥാനത്ത്. ഇപ്പോൾ 2-ാം ഭാവത്തിൽ ചൊവ്വയുടെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ചൊവ്വയ്ക്ക് അത് നീച ദൃഷ്ടിയാണ്. അപ്പോൾ എങ്കിൽ തന്നെയും കർക്കിടക രാശിയാണ്, ചന്ദ്രൻ്റെ രാശിയാണ്. ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ചൊവ്വയുടെ ഒരു ശത്രുഗ്രഹമല്ല. അപ്പോൾ 2-ാം ഭാവം എന്നുള്ളതിനാൽ ധനാഗമമൊക്കെ ഉണ്ടാകും. എങ്കിലും ശ്രദ്ധിച്ച് അവ കൈകാര്യം ചെയ്തില്ല എങ്കിൽ ധനനഷ്ടം ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക. പണം ഇൻവെസ്റ്റ്മെൻ്റൊക്കെ നടത്തുമ്പോൾ അതിൻ്റെ തീരുമാനമൊക്കെ എടുക്കുമ്പോൾ ഒരു ശ്രദ്ധ വേണം. അതുപോലെ ഈ കുടുംബ അംഗങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് 2-ലൊക്കെ ചൊവ്വയുടെ ദൃഷ്ടി, 2-ലൊക്കെ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി വരുന്ന സമയമായതുകൊണ്ട് കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ, ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ഒരു കെയർ വേണം. അതുപോലെ നമ്മൾ ആഹാരത്തിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. 8 നിൽക്കുന്ന ചൊവ്വ 2-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നു. കഴിവതും സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് ഈ സമയത്ത് നല്ലതാണ്. കഴിവതും കൂടുതൽ സിമ്പതറ്റിക് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഈ സമയത്ത് ഉണ്ടാകുന്നത് ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക. ചൊവ്വ 3-ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 3-ാം ഭാവം ശത്രുരാശിയല്ല. അപ്പം 3-ലൊക്കെ ചൊവ്വയുടെ ഒക്കെ ദൃഷ്ടി വരുമ്പോൾ പൊതുവേ നമുക്ക് ധൈര്യം, വീര്യം ഒക്കെ കൂടുന്ന, നമുക്ക് ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം കൂടുതൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന സമയമാണ്. കമ്മ്യൂണിക്കേഷനൊക്കെ ശക്തമാകുന്ന സമയമാണ്. അവയുടെയൊക്കെ സ്വാധീനം കൂടുന്ന സമയമാണ്. ഇപ്പോൾ എഴുത്തുകാർ, പ്രഭാഷകർ, മോട്ടിവേഷൻ സ്പീക്കേഴ്സ്, പബ്ലിഷേഴ്സ്, ഇവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. അതേസമയം 3-ാം ഭാവത്തിൽ നോക്കുന്ന ചൊവ്വ അഗ്നി തത്വഗ്രഹമാണ്. അത് 3-ാം ഭാവം സൂര്യൻ്റെ രാശിയാണ്, അതും അഗ്നിതത്വ രാശിയാണ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ സംസാരത്തിലായാലും പ്രഭാഷണത്തിലായാലും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അഗ്രസീവായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. ഇപ്പോൾ യാത്രകളിലൊക്കെ കെയർ വേണം. പ്രത്യേകിച്ച് ചില കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്, ഗ്യാസ്, അതുപോലെ ഈ ഫയർ റിലേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. ചിലർക്ക് അത് മുഖാന്തരം എന്തെങ്കിലും ബേൺ ഇഞ്ചുറി അല്ലെങ്കിൽ കട്ട് ഇഞ്ചുറിയൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. അവിടെ ഒരു കെയർ കൊടുത്ത് പോവുക. ഇനി കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ചൊവ്വ മകരൻ രാശിയിൽ ഉച്ചരാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം.
കർക്കിടകക്കുറുകാരെന്ന് പറയുമ്പോൾ പുണർതം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം നക്ഷത്രക്കാരെയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ എന്ന് പറയുന്നത് 5ഉം 10ഉം ഭാവാധിപനാണ് ചൊവ്വ. ആ ചൊവ്വ ജനുവരി 16-ന് അവരുടെ 7ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. 7ാം ഭാവം ചൊവ്വയുടെ ഉച്ചരാശിയാണ്. അപ്പോൾ പൊതുവെ കർക്കിടകക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം കുജൻ യോഗകാരകനാണ്. മാത്രമല്ല 7ാം ഭാവത്തിൽ ആ ചൊവ്വ ഉച്ചരാശിയിൽ വരുമ്പോൾ രുചക മഹായോഗം അവർക്ക് അനുഭവപ്പെടുന്ന സമയവും കൂടിയാണ്. അതിനാൽ 7ലേക്കുള്ള ചൊവ്വയുടെ രാശിമാറ്റം അവർക്ക് വലിയ ദോഷം ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക. വിവാഹം, അതുപോലെ ദാമ്പത്യബന്ധം, അതുപോലെ മറ്റ് പേഴ്സണൽ റിലേഷൻഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ബിസിനസ് റിലേഷൻഷിപ്പ്, ഇവയിലൊക്കെ നമുക്ക് ഒരു പരിഹരിക്കുന്നതിനൊക്കെ സാധിക്കുന്ന സമയമെന്ന് പറയാം. അതേസമയം ചൊവ്വ നൈസർഗികമായിട്ട് ഒരു പാപഗ്രഹമാണ്, അല്പം അഗ്നിതത്വഗ്രഹമാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് അത് മാരിറ്റൽ റിലേഷൻഷിപ്പിലായാലും ബിസിനസ് പാർട്ട്നേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പിലായാലും നമ്മൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ കഴിവതും പ്രകോപനപരമായിട്ട് സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അവിടെ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ വിനയവും അതുപോലെ സംയമനമൊക്കെ ഉണ്ടായാൽ അപ്പോൾ നമുക്ക് പൊതുജനങ്ങളുമായിട്ടൊക്കെയുള്ള ബന്ധമൊക്കെ നമുക്ക് സുഖകരമായിട്ട് വരുന്ന സമയമായിരിക്കും. സോഷ്യലായിട്ട് നമുക്ക് നല്ല റെസ്പെക്റ്റൊക്കെ കിട്ടുന്ന സമയവും കൂടെ ആയിരിക്കും. അപ്പോൾ 7ാം ഭാവസംബന്ധമായ കാര്യങ്ങളിലൊക്കെ നമുക്ക് അതുകൊണ്ട് ഗുണാനുഭവം ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ബിസിനസ് ആവശ്യത്തിനുള്ള യാത്രകൾ, ചിലപ്പോൾ ജീവിത പങ്കാളി വഴിയുള്ള യാത്രകൾ, ഷോപ്പിംഗ്, അതുവഴിയൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ആ 7ലെ ചൊവ്വയും അവിടെ 7ൽ വരുന്ന ശുക്രൻ, അതുപോലെ സൂര്യനൊക്കെ അവിടെ വരുന്നുണ്ട്. 5ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 7ൽ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രണയബന്ധം അല്ലെങ്കിൽ പ്രണയബന്ധമൊക്കെ ചിലരെ സംബന്ധിച്ചിടത്തോളം വിവാഹബന്ധത്തിൽ എത്തിപ്പെടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ കുജൻ 7ൽ ഉച്ചസ്ഥിതിയിലാണ്. അപ്പോൾ റിലേഷൻഷിപ്പിൽ നമ്മൾ കഴിവതും, പ്രത്യേകിച്ച് അവിടെ സൂര്യനും കൂടെ വരുന്നുണ്ട്, സൂര്യനും ശുക്രനും ഒക്കെ വരുമ്പോൾ ഒരു ഈഗോ പ്രശ്നങ്ങളൊക്കെ അവിടെ വരാൻ സാധ്യതയുണ്ട്. അവിടെ ഒന്ന് കെയർ വേണം. അതുപോലെ ശുക്രനും ആ 7ലുണ്ട്. ഇനി ഈ ചൊവ്വ 7ൽ നിന്നിട്ട് അവരുടെ 10ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. കർമ്മസ്ഥാനത്തേക്ക് കർമ്മഭാവാധിപനായിട്ടുള്ള ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ അത് തൊഴിൽ സ്ഥിതിയിൽ നല്ല ഉയർച്ചയുണ്ടാക്കും. അതായത് കർമ്മഭാവാധിപൻ 10ൻ്റെ 10ലാണ് വരുന്നത്. അപ്പോൾ അത് തൊഴിൽപരമായിട്ട് വളരെ ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. തൊഴിലിടത്ത് നമുക്ക് നമ്മുടെ പൊസിഷനൊക്കെ ഉയരുന്നതിനൊക്കെ സഹായമാണ്. കർമ്മ നേട്ടങ്ങൾക്ക് അത് വഴിതെളിക്കും. അതേസമയം ചൊവ്വയും സൂര്യനും ഒക്കെ 2 അഗ്നിതത്വ ഗ്രഹങ്ങളാണ് ആ 10ൽ 7ൽ നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മൾ കഴിവതും തൊഴിലിടത്ത് നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കൂടെ വർക്ക് ചെയ്യുന്നവരുടെയും മേലധികാരിയുടെയൊക്കെ തന്നെ അവരുമായിട്ടൊക്കെ ഒരു സഹകരണം ആവശ്യമായിട്ടുള്ള സമയമാണെന്നും കൂടെ മനസ്സിലാക്കുക. തൊഴിൽ അന്വേഷകർക്ക് ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമാണ്. വളരെ അനുകൂലമായിട്ടുള്ള അവർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ തൊഴിലിലും ബിസിനസ്സിലും ഒക്കെ പൊതുവെ നമുക്ക് ഇൻ്റലിജൻ്റായിട്ട് ആക്ട് ചെയ്യാൻ കഴിയുന്ന സമയം കൂടെയാണ്. കാരണം ചൊവ്വ 5ാം ഭാവാധിപനാണ്. ഈ 5ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 10ൽ വരുന്നത് തൊഴിലിടത്ത് നമുക്ക് ബൗദ്ധികമായിട്ട് ബുദ്ധിതലത്തിൽ പ്രായോഗിക ബുദ്ധി നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. കുജൻ ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് നീച ദൃഷ്ടിയാണ്. എങ്കിലും ജന്മരാശിയിൽ ചൊവ്വയുടെ ദൃഷ്ടി, ജന്മരാശിയിൽ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടിയൊക്കെ വരുന്ന സമയമായതുകൊണ്ട് നമുക്ക് ഒരു അഗ്രസീവ് എനർജി നമ്മുടെ ഭാഗത്തുണ്ടാകാം. അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നുള്ള ഊർജ്ജസ്വലത, ധൈര്യമൊക്കെ നമുക്കുണ്ടാകും. പ്രായോഗിക ബുദ്ധിയൊക്കെ കൂടുന്ന സമയമാണ്. എങ്കിലും യാത്രകളിലൊക്കെ ഒരു കെയർ വേണം. കുജൻ 2ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്, ധനസ്ഥാനത്ത്. അത് 7ാം ഭാവത്തിൻ്റെ അഷ്ടമരാശിയാണ് 2ാം ഭാവം. അപ്പോൾ 7ാം ഭാവത്തിൻ്റെ അഷ്ടമ രാശിയായിട്ടാണ് 2ാം ഭാവത്തെ കാണുന്നത്. അതുകൊണ്ട് 2ൽ നമ്മൾ ചൊവ്വയുടെയും ഒക്കെ ദൃഷ്ടി വരുമ്പോൾ സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കണം. അഗ്രസീവ് ആയിട്ടുള്ള റിയാക്ഷൻ ഒഴിവാക്കേണ്ടത് ആവശ്യമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ ജന്മരാശിയിൽ ചൊവ്വയുടെ ദൃഷ്ടി, 2ൽ ചൊവ്വയുടെ ദൃഷ്ടി, ഇപ്പോൾ ഇവയൊക്കെ നമുക്ക്
വളരെ പെട്ടെന്ന് പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ക്രിയേറ്റ് ചെയ്യും. അവിടെയൊക്കെ നമ്മൾ ഒരു സംയമനം ആവശ്യമാണ്. അതേസമയം നമ്മുടെ ഏണിംഗ് പവറൊക്കെ കൂടും. നമ്മൾക്ക് സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. ജീവിത പങ്കാളി വഴിയൊക്കെ ധനനേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട്. അതേസമയം ആഹാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കണം. സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവയിലൊക്കെ ഒരു കെയർ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.